പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് വളപ്രയോഗം നടത്തിയത്? അളവൊക്കെ എങ്ങനെ ഇട്ടു? 1/2 കിലോ 1 കിലോ ചെടിയുടെ വലിപ്പം നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചപ്പാരപ്പടവിൽ ഒരു കമുകും തോട്ടത്തിലാണ്. ഇവിടെ കമുക് മാത്രമല്ല, ഫലവൃക്ഷങ്ങൾ മുഴുവൻ നട്ടിട്ടുണ്ട്. എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉടമസ്ഥനോട് തന്നെ എന്താണ്, എങ്ങനെയാണ് വളപ്രയോഗം നടത്തിയത് എന്ന് ചോദിക്കാം. ഓക്കെ, നമുക്ക് നിങ്ങളുടെ വളപ്രയോഗം എന്തായാലും തോട്ടം വളരെ നന്നായിരിക്കുന്നു. നല്ലൊരു പച്ചപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ടാണ് ഇപ്പോൾ തോട്ടം കാണുന്നത്. ഇതിൻ്റെ പകുതി മാത്രമേ ഓരോ തൈ, അന്ന് നമുക്ക് pH 4.55 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മിക്കവാറും 6, 6.5 എത്തി. അപ്പോൾ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് വളപ്രയോഗം നടത്തിയത്? അളവൊക്കെ എങ്ങനെ ഇട്ടു? 1/2 കിലോ 1 കിലോ ചെടിയുടെ വലിപ്പം നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇട്ടിട്ട് നമ്മളിപ്പോൾ എത്ര മാസമായത്? 1 വർഷത്തോളമായിട്ട് നമ്മൾ SPCയുടെ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നല്ലൊരു മാറ്റം കാണാനുണ്ട്. കർഷകരോട് എന്തെങ്കിലും പറയുവാനുണ്ടോ? എല്ലാവരും ഉപയോഗിക്കുക. ഏതായാലും ഇവിടെ അടുത്തുള്ള സമീപത്തുള്ള ആൾക്കാരോട് ഇത് പറഞ്ഞു കൊടുക്കുക. ഇത് തന്നെ ഒരു പ്രദർശന തോട്ടമാക്കണം. അത്രയ്ക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒരു വളപ്രയോഗം കൂടി എന്തായാലും നമുക്ക് ചെയ്യുക. പറഞ്ഞ രീതിയിൽ തന്നെ ഇപ്പോൾ pH 6 ആയിട്ടുണ്ട്. നല്ലൊരു മാറ്റം അതിനനുസരിച്ച് ചെടികളും വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റം നമ്മുടെ ഈ നാടിനൊരു അനുഗ്രഹമായിരിക്കണം. ബാക്കി ഫലവൃക്ഷങ്ങൾ നമുക്ക് കാണാം. ഫലവൃക്ഷങ്ങളിൽ മാവാണ്. ഇത് മുഴുവൻ മാവാണ്. ഒരിക്കൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇത് മുഴുവൻ ഇലകളില്ലാതെ പുഴു തിന്നിട്ട് നിൽക്കുകയായിരുന്നു. എല്ലാ മാവുകളും വളരെ നന്നായിട്ട് വളർന്ന് പന്തലിച്ച് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ സാധിക്കും. വളരെ പന്തലിച്ച് നല്ല രീതിയിൽ തന്നെ. ഈ ഒരു നിരം മുഴുവൻ മാവാണ്. ഇത് നട്ടിട്ട് എത്ര വർഷമായി നമുക്ക്? 2 വർഷമായി. 2 വർഷത്തിന് ഇത്രയും വളർന്നാൽ പോരെ? ഇനി നമുക്ക് ഫലങ്ങൾ കിട്ടണം. ഫലങ്ങൾ ഈ വരുന്ന വർഷം നമുക്കിത് കായ്പ്പിക്കണമെങ്കിൽ pH ഒന്നും കൂടി കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളപ്രയോഗം ഒന്നും കൂടി നടത്തി അടുത്ത മഴയ്ക്ക് മുമ്പ്, അടുത്ത സെപ്റ്റംബർ ആകുമ്പോൾ 2 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി. ഒന്നും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന വർഷം 3-ാം വർഷം ഇത് കായ്പ്പിച്ചെടുക്കാം. ഇത് മാവിൻതോപ്പ് കഴിഞ്ഞു. ഇനി താഴത്തെ തട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. താഴത്തെ തട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ മുരടിച്ച് നിന്ന തൈകളാണ്. ഞാൻ തന്നെയാണ് ഇവിടെ വന്ന് pH നോക്കിയത്. pH 4.5 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെയാണ് പല വിധത്തിലുള്ള ഫലവൃക്ഷങ്ങൾ നട്ടിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ പറയും. എനിക്കിത് എന്തൊക്കെ കാര്യങ്ങളെന്ന് പറയും. ഇത് ഒരു ചക്ക ഉണ്ടായി നിൽക്കുന്നു. നമുക്ക് ഇതിൽ നിന്നും ചക്ക കിട്ടോ? എങ്ങനെയാണ് ചക്കയുടെ? നല്ലവണ്ണം കായ്ച്ചിട്ടുണ്ട്. 2 വർഷം കംപ്ലീറ്റ് കൊഴിഞ്ഞു പോവാണ്. ഇപ്പോൾ ഒരു മുഴുത്ത ചക്ക നിൽപ്പുണ്ടല്ലോ, അതേ ഉള്ളൂ. അത് താഴത്തേക്ക് വലുതാകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് ചക്ക ഇതിലുണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. നിറച്ചും കായ്ച്ചിട്ടുണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് നമുക്ക് പറയുന്നത്. അതിലൊരു വിഷമമുണ്ട്, അതേ ഉള്ളൂ. ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. മുഴുവൻ പ്ലാവാണ്. ഇത് മുഴുവൻ പ്ലാവാണ്. ഇനി നമുക്ക് താഴോട്ട് നട്ടിരിക്കുന്ന ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ഓരോന്നിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നില്ല. അബിയുണ്ട്, പിന്നെ മരമുന്തിരി ഏതാണ്? അത് ഈ കാണുന്ന ഇതാണോ ഈ ട്രമ്മിൽ നിൽക്കുന്നത്? ഇത് മരമുന്തിരി. പിന്നെ ഇതെല്ലാം ഇരട്ടിയായി കേട്ടോ. നമ്മൾ അന്ന് വന്ന് കണ്ടതിനേക്കാളും നല്ല ഭംഗിയായി എല്ലാം. ഇതാണ് അബിയു. ഓക്കെ. ഇതൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം വന്നു. അന്ന് നമ്മൾ വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് ഇതിൻ്റെയൊക്കെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. ഈ നിൽക്കുന്ന മരം എന്താ? ചെറിയാണ്. ഇതോ
ഞാവൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ നട്ടിരിക്കുന്നത് അതാ ആ നിൽക്കുന്നതൊക്കെ ഇത് ഈ മരം എന്താ ചാമ്പയാണോ? ഓക്കെ. ഇത് 2 നാരകം അല്ലേ? നാരകം. അങ്ങോട്ടേക്ക് നട്ടിരിക്കുന്ന തൈകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? മരമുന്തിരി. ഓ ഇതാണോ മരമുന്തിരി? ഓ ഇത് അതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. എടുത്ത് മാറ്റി വെച്ചതാ. ഓ ഇതാണ് മരമുന്തിരി. ഓ ഇത് നമുക്കിവിടെ പിടിച്ച് കിട്ടുന്നുണ്ടല്ലേ. ഇതൊക്കെ എത്രയായി? 2 വർഷമായോ? പിന്നെ എന്തൊക്കെ തൈകളാണ് ഉള്ളത്? കുറേ അപ്പുറത്തേക്ക് കുറേയും കൂടി ഉണ്ട്. എന്താ? സപ്പോട്ടയുണ്ട്, പേരക്ക, മാവ് ഏതാനോ? മാവ് ഇതിന് അതേതൊക്കെ ഇനങ്ങളാന്ന് അറിയാവോ? ഓർമ്മയില്ല. പ്ലാവോ? വിയറ്റ്നാം മേർലിയൊക്കെ നട്ടിട്ടുണ്ട്. അതാണ് കായ്ച്ച് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ലേ? ഓക്കെ ഓക്കെ. മരമുന്തിരിയൊക്കെ ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നല്ല ഒരു ഇത് ഈന്തപ്പഴം, സീതപ്പഴം. കായ്ച്ചല്ലോ അത്. വരുന്ന വർഷമൊക്കെ ഇത് നിറച്ച് നമുക്ക് കായ്ച്ചെടുക്കണം. ഓക്കെ. എന്തായാലും വളരെ ഹൃദ്യമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എല്ലാ ഫലവൃക്ഷങ്ങളും നട്ട് വളരെ നന്നായിട്ട് മുഹമ്മദ് എന്നാണ് പേര്, ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ നെറ്റിട്ടിട്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു റിസൾട്ടാണിത്. ഇത് എത്ര സ്ഥലമുണ്ട്? ഇത് 60 സെൻറ്റോളം ഫുള്ള് ഫലവൃക്ഷങ്ങളാണ് വെച്ചിരിക്കുന്നത്.